ജീവനും ജീവിതവും. ഇത് ലൈഫിന്റെ 128ാമത്തെ സെഷനാണ്. ഇന്നത്തെ നമ്മുടെ ജീവനും ജീവിതവും എന്ന ഈ സെഷൻ, നമ്മുടെ വിഷയം നിന്റെ രാജ്യം വരയണമേ എന്ന പ്രാർത്ഥനയുടെ പ്രസക്തി എവിടെ എപ്പോൾ. ബാബുവും ജോർജ് ബ്രദറാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ, റിവോൾവർ അദ്ദേഹത്തിന്റെ റിവോൾവറുകളിൽ ബുള്ളറ്റ് നിറച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് വിചാരിച്ചു, ഒന്ന് ബൈബിള് വായിച്ചിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന്. അദ്ദേഹം ആ റിവോൾവർ തന്റെ അലമാരിയിൽ വെച്ച് അദ്ദേഹം എടുത്ത ബൈബിൾ ഭാഗം യേശുക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗമാണ്. അദ്ദേഹം അത് വായിച്ചു, പല ആവർത്തി വായിച്ചു. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തില്ല, അതിനു പകരം ഒരു പുസ്തകം എഴുതി. ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. ലിയോ ടോൾസ്റ്റോയി ആയിരുന്നു ആ ചെറുപ്പക്കാരൻ. നിന്റെ രാജ്യം വരയണമേ നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമായി തീർന്ന വാക്കുകളാണത്. എന്നാൽ ശരിക്കും സത്യത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു, അത് നമ്മളുടെ ഉള്ളിലാണോ ആ രാജ്യം വരേണ്ടത്? അല്ലെങ്കിൽ ഈ ഭൂമിയിലാണോ ആ രാജ്യം വരേണ്ടത്? അല്ലെങ്കിൽ ഈ ഭൂമിക്ക് അപ്പുറമാണോ ആ രാജ്യം? നമ്മുടെ പ്രാർത്ഥനയുടെ ഡിമെൻഷൻ, അതിന്റെ തലം, അത് എന്താണ്? നമ്മൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇത് വലിയൊരു വിഷയമാണ്. ഈ വിഷയം നമ്മളോട് കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത് ബാബുവും ജോർജ് ബ്രദറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഞാൻ ചില മിനിറ്റുകൾ കൊണ്ട് അതിന് ഒരു മുഖവുരയൊക്കെ പറയാം. ഒന്നാമത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന ആശയത്തിന്റെ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ പ്രാധാന്യം. ഹെർമൻ റുഡർബോസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധനായ വേദപണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഒരു നെതർലൻഡ്സിൽ നിന്നുള്ള വളരെ പ്രസിദ്ധനായ ഒരു വേദപണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം ദൈവരാജ്യം ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്നതിനെക്കുറിച്ചൊരു തർക്കം വേദ പണ്ഡിതന്മാരുടെ മധ്യത്തിലുണ്ട്. അതിൽ ഒരു നല്ല വിഭാഗം ആളുകൾ പറയുന്നത് ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. മറ്റ് ആളുകൾ അതിന് മറുവശം പറയുന്ന ആളുകൾ പറയുന്നതല്ല, മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നതാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പം മനുഷ്യന്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയം ഏതായാലും വളരെ ഗംഭീരമായ, ബൈബിളിൽ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുള്ള വിഷയമാണ് എന്ന് പറയാനായിട്ട് കഴിയും. അപ്പൊ അതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനവും ഒക്കെ നമ്മുടെ മധ്യത്തിൽ വളരെ കുറവാണ്. അപ്പൊ അത് നമ്മളുടെ ഒരു പരാധീനതയാണ്. എനിക്ക് തൃപ്തികരമായ വിധത്തിൽ ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് അങ്ങനെ പഠിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരാളല്ല. എന്നാൽ അതിനെക്കുറിച്ച് ഇനിയും പഠിക്കാൻ എത്ര കാലം ഉണ്ടാകും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ചെറിയ കുറേയൊക്കെ ശ്രദ്ധ ദൈവരാജ്യം എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ അധ്വാനം മതിയാകുന്നില്ല എന്ന് എനിക്കറിയാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതിൽ ഒരുപക്ഷെ വളരെ പ്രാമുഖ്യമുള്ള ആളുകൾ ഡിസ്പെൻസേഷണൽ വിശ്വാസത്തിലുള്ള ആളുകളാണ് ദൈവരാജ്യത്തിന് ഒരുപാട് പ്രാധാന്യം നൽകി അതിനെക്കുറിച്ച് പറഞ്ഞത്. അതിൽ ആൽവിൻ ജെ മക്ലെയിൻ എന്ന് പറയുന്ന ഗ്രേസ്, നമ്മുടെ എബ്രഹാം തോമസ് സഹോദരൻ പഠിച്ച സെമിനാരി, അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആൽവിൻ ജെ മക്ലെയിൻ എന്ന് പറയുന്ന ആള്. ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ പഠിച്ച ഡളസ് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ആ സെമിനാരിയിൽ അതിൻ്റെ പ്രസിഡന്റായിരുന്ന ജോൺ വാൾവുഡ് മിലീനിയൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നീട് അവിടെയുള്ള പല പ്രൊഫസേഴ്സും ഡിസ്പെൻസേഷൻ ആശയത്തിലുള്ള ആളുകളാണ്
അവര് ദൈ കിങ്ഡം കം എന്ന് പറഞ്ഞ സ്റ്റാൻലി ടു സെയിന്റിന്റെ മത്തായി സുവിശേഷത്തിന്റെ ഒരു പ്രസിദ്ധമായ കമന്ററി ഉണ്ട്. ജെ ഡ്വൈറ്റ് പെന്റിക്കോസ് എന്ന് പറയുന്ന ആള് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയ ആളുകളാണ്. എന്നാൽ മറുവശത്ത് ഡിസ്പെൻസേഷൻ ആശയക്കാരല്ലാത്ത ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് വളരെ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേക്ക് ഒരുപാട് വിവരം അതിനെക്കുറിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡിസ്പെൻസേഷൻ ആശയത്തിലുള്ള ആളുകൾ പറഞ്ഞ ഞാനതിനെ ആദ്യമേ ദൈവരാജ്യത്തെക്കുറിച്ച് മുഖവുര പറയാം. അതിനുശേഷം വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകളെക്കുറിച്ച് ഒരുപക്ഷെ ചോദ്യോത്തരവേളയിലൊക്കെ അല്പമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചു എന്ന് ഒന്നേ. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്ന ആ വാക്ക്, ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പുതിയ നിയമത്തിലെ ഒരു വാക്ക്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ആശയം അത് മനുഷ്യന്റെ സൃഷ്ടി മുതൽ ബൈബിളില് ഉള്ളതായിരിക്കുന്ന ആശയമാണ്. ഭരണം, ദൈവത്തിന്റെ പ്രതിനിധികളായി ഭരിക്കുക എന്ന് പറയുന്ന ഈ ആശയത്തോടു കൂടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. ആദമിനെ സൃഷ്ടിച്ച് ദൈവം ഈ ലോകത്തിലാക്കിയപ്പോൾ നീ സകല സൃഷ്ടികളെയും ഭരിച്ച് വാഴുക എന്ന നിലയിൽ അവനെ ഭരണാധിപനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ഈ ലോകത്തെ വാഴുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ വിഷയത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. നമ്മൾ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം അവന് നഷ്ടപ്പെട്ട് ദൈവം നൽകിയ അവകാശങ്ങളും അധികാരങ്ങളും അവന് നഷ്ടപ്പെട്ടതോടുകൂടെ മനുഷ്യനെ ഭരിക്കുവാനുള്ള അവകാശം നഷ്ടമായി. യഥാർത്ഥത്തിൽ മനുഷ്യനെ ഭരിക്കാനായിട്ടുള്ള അവകാശം നഷ്ടമായതിന്റെ പ്രധാന കാരണം അവന്റെ പാപമാണ് എന്ന കാര്യം നമുക്കറിയാം. അവിടെ മനുഷ്യനെ ഭരിക്കാനായിട്ടുള്ള അവകാശം മടക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ക്രമീകരണമാണ് ബൈബിളിലെ ഉടനീളം, അല്ലെങ്കിൽ അതിന്റെ ആരംഭം മുതൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന് അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ രാജ്യം എന്നല്ലല്ലോ ബൈബിൾ പറയുന്നത്, ദൈവത്തിന്റെ രാജ്യം എന്നാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യം, സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ ദൈവം എല്ലാ കാലത്തും ഈ പ്രപഞ്ചത്തിന്റെ ഭരണാധിപനാണ്. ദൈവമാണ് ലോകത്തെ, ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായ ബൈബിളിലെ ആശയമാണ്. എന്നാൽ അപ്പൊ ആ നിലയിലെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ രാജാവാണ്, ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന കർത്താവാണ് എന്ന കാര്യം ബൈബിളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ലോകത്തുള്ള സകല കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിന് വേണ്ടിയാണ്, എല്ലാം സൃഷ്ടിക്കുന്നതിനുള്ള മുഖാന്തരം കർത്താവാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ആ നിലയിൽ സകലത്തിന്റെയും ഭരണാധിപനാണ്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നിലയിലുള്ള ഭരണത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ 4-ാം സങ്കീർത്തനത്തിലല്ലേ പറയുന്നത്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. അത് ദൈവത്തിന്റെ സർവാധികാരത്തെക്കുറിച്ചും ദൈവം സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ സകലത്തിന് മേലും അധികാരിയും ഭരണാധികാരിയുമാണ് എന്നുള്ള കാര്യമാണ് ആ വിഷയത്തിൽ ആദ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നിലയിലുള്ള ഭരണത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. വീണുപോയ മനുഷ്യനെ വീണ്ടും വീണ്ടെടുത്ത് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ അവനെ കൊണ്ടുവരിക എന്ന ആ പരിപാടിയെക്കുറിച്ചാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അവിടെ മനുഷ്യനെ വീണുപോയതോടുകൂടെ ദൈവത്തിന്റെ ഭരണത്തിൽ നിന്ന് അവന് വേർപെട്ടു പോവുകയും അവന് പിശാചിന്റെ അധീനതയിൽ ആയിത്തീരുകയും സ്വയത്തിനും പിശാചിനും അധീനപ്പെട്ട് ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് മനുഷ്യനുള്ളത്. പ്രളയം എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. അത് മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചതിന് ദൈവം നൽകിയ ശിക്ഷയാണ്. നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ മക്കളും മാത്രമേ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം വന്ന തലമുറയെക്കുറിച്ച് നോക്കുമ്പോഴും അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് മനസ്സ് വെച്ചില്ല എന്ന കാര്യം നമുക്കറിയാം. ബാബേൽ എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ഏറ്റവും വലിയ ഒരു ചിഹ്നമാണ്. അതിനുശേഷം ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത്. ഊറിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ആ സന്തതി മുഖാന്തരം സർവ്വ
ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അബ്രഹാമിന്റെ സന്തതിയായിട്ട് ജനിച്ച് അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസഹാക്കിന്റെ സന്തതികളായിട്ട് യേശാവും യാക്കോബും ജനിച്ചു. എന്നാൽ യേശാവിനെ തള്ളിക്കളയുകയും യാക്കോബിനെ ദൈവം സ്വീകരിക്കുകയും ചെയ്തു. യാക്കോബിന്റെ 12 മക്കൾ. അപ്പൊ അവരിൽ നിന്നാണ് ഇസ്രയേൽ എന്ന് പറയുന്നതായിരിക്കുന്ന രാഷ്ട്രം വന്നത്. അപ്പൊ ലോകത്തില് ദൈവം ഇസ്രയേലിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭരണം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണം, ദൈവത്തോടുള്ള ബന്ധത്തെയൊക്കെ വെളിപ്പെടുത്തുവാനായിട്ട്, ദൈവത്തിന് പ്രതിനിധികളായി നിൽക്കുവാൻ, ദൈവത്തെ പരസ്യപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ പരിപാടികളെ വെളിപ്പെടുത്തുവാനായിട്ടാണ് ദൈവം ഇസ്രയേലിനെ തിരഞ്ഞെടുത്തത്. ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും നിലയിൽ പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളായതുകൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന് നിങ്ങളോട് സ്നേഹം തോന്നി. മാത്രമല്ല, ദൈവം തൻ്റെ പദ്ധതികളും പരിപാടികളും ഈ ലോകത്തിൽ പ്രദർശിപ്പിക്കുവാൻ, അത് നടപ്പിൽ വരുത്തുവാനുള്ള ഒരു മുഖാന്തരമായി നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണം വെളിപ്പെടുത്തുന്ന ദൈവരാജ്യത്തിന്റെ ഒരു ചിത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ നമ്മൾ കാണുന്നത്. മോശയുടെ നേതൃത്വത്തിലെ മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതായിരിക്കുന്ന ആളുകള് ഏറിയ കാലം, ന്യായാധിപന്മാരുടെ കാലമൊക്കെ നമുക്കറിയാം, ആ കാലമൊന്നും ദൈവം അവർക്കൊരു രാജാവിനെ കൊടുത്തില്ല. ദൈവത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴില് വസിച്ച ആളുകളാണ് ഇസ്രായേൽ. അപ്പോൾ ആ ഭരണം അവരെ ഏറ്റവും ആസ്വദിക്കുകയും ദൈവം പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടായി. എങ്കിലും നിസ്തുല്യമായ ഒരു ഭരണ ക്രമീകരണമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് രാജാവുമില്ല, അങ്ങനെയുള്ള ക്രമീകരണവുമില്ല, അങ്ങനെയുള്ള പ്രത്യേക പിടിച്ചുകെട്ടും അടിച്ചമർത്തലും ഒന്നുമില്ല. അവർക്ക് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴില് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു അവസരം അവർക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവനയായിട്ട് നമ്മൾ വായിക്കുന്നത്, എന്നാൽ അക്കാലത്ത് മനുഷ്യര് തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. എവരിബഡി ഡിഡ് വാട്ട് ഈസ് റൈറ്റ് ഇൻ ദെയർ ഓൺ ഐസ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു എങ്കിലും ദൈവത്തിന്റെ ഭരണത്തെ അവര് മനസ്സിലാക്കുകയോ അതിനെ ആസ്വദിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനുശേഷമാണ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ദൈവം നൽകുന്നത്. ആദ്യ രാജാവ് ശൗലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണം, അദ്ദേഹം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നില്ല. അതിനുശേഷമാണ് ദാവീദ് ഇസ്രായേലിന്റെ ഭരണാധിപനായിട്ട് വരുന്നത്. ഇസ്രായേലിന്റെ സുവർണകാലം എന്ന് പറയുന്നത് ദാവീദിന്റെ ഭരണകാലമാണ്. ദൈവത്തിന്റെ ഭരണം ലോകത്തിലെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നിർവഹിച്ചതിൽ അത് പൂർണ്ണ നിലയിൽ ഒന്നുമല്ല. എന്നാൽ അതിൻ്റെ ഒരു വളരെ ഉദാത്തമായ ഒരു ചിത്രം ദാവീദിന്റെ ഭരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിന് ശേഷം നമ്മൾ ശലോമോനെ കാണുന്നു. പിന്നെ ശലോമോന്റെ കാലത്താണല്ലോ, അതിന്റെ അടുത്ത തലമുറയിലാണ് ഇസ്രായേലിനെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. വടക്കും തെക്കുമുള്ളതായിരിക്കുന്ന രാജ്യമായി വിഭജിക്കപ്പെടുന്നു. പിന്നീട് അവർക്ക് സംയുക്തമായിരിക്കുന്ന ഒരു ഭരണം പിന്നീട് ഉണ്ടായില്ല. പിന്നീട് BC 770 ആ കാലഘട്ടങ്ങളിൽ ഉത്തര ഇസ്രായേൽ അവര് അസീരിയൻ രാജാക്കന്മാര് അവരെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവർ മടങ്ങി വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നീട് യഹൂദയാണ് പിന്നീട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇസ്രയേലിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇസ്രയേല് ഒരു രാജ്യമായിട്ട് തീരുമെന്നും ദൈവം അവരെ നേരിട്ട് ഭരിക്കുക എന്ന് പറയുമ്പോൾ ദാവീദിനെ പോലെയുള്ള ഒരു രാജാവിനെ നൽകി അവരെ ഭരിക്കും. ആ രാജാവ് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന രാജാവായിരിക്കും, ദൈവം ആഗ്രഹിക്കുന്ന പോലെയാണ് അവരെ ഭരിക്കുക. അങ്ങനെയുള്ളൊരു ഭരണ ക്രമീകരണം ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ പ്രവാസത്തിലേക്ക് പോയ സമയത്തും ഒക്കെ അവരുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു കാലത്ത് അവരവരുടെ ദേശത്തേക്ക് മടങ്ങി വരും, ദൈവം അവർക്കൊരു രാജാവിനെ കൊടുക്കും, ഒരു രാജ്യം കൊടുക്കും, എന്നിട്ട് ആ രാജാവ് അവരെ ദൈവഹിതപ്രകാരം ഭരിക്കും, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ അവരായിത്തീരും എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. അവരെ ബാബേലിലെ പ്രവാസികളായിരുന്ന കാലത്ത് ഇസ്രയേലിന് ദൈവം ഒരു രാജാവിനെ കൊടുക്കും, ഇസ്രയേല് ദൈവത്തിന്റെ രാജ്യമായി ഭരിക്കുമെന്നുള്ള ആ ആശയത്തിൽ നിന്ന് കുറച്ചുകൂടെ വിശാലമായിരിക്കുന്ന ഒരർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പുരോഗമിക്കുന്നതായിട്ട് കാണാം. കാരണം ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുമ്പോൾ 4 ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച്, ബാബിലോൺ സാമ്രാജ്യം, മേദിയ പാർശ്യ സാമ്രാജ്യം, പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യം, പിന്നീട് റോമ സാമ്രാജ്യം,
അതിനുശേഷം അഞ്ചാമതൊരു സാമ്രാജ്യത്തെക്കുറിച്ച് തന്റെ ദർശനത്തില് നെബൂഖദ്നേസർ രാജാവ് കണ്ട അതിന്റെ വിശദീകരണമായിട്ട് ദാനിയേൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അഞ്ചാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിക്കുന്ന സാമ്രാജ്യമാണ് എന്ന് നമുക്കറിയാം. 7-ാമത്തെ അധ്യായത്തില് മനുഷ്യപുത്രൻ പിതാവിന്റെ കയ്യിൽ നിന്ന് ലോകത്തിന്റെ ഭരണം സ്വീകരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീടുള്ള കാലങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന മശിഹ ലോകത്തില് ഭരിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന പ്രതീക്ഷ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നമുക്ക് ആ പ്രതീക്ഷ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. അതിനുശേഷം അവർക്ക് അങ്ങനെ ഒരു രാജാവിനെ ഒന്നും കിട്ടിയില്ല. കുറെ കാലങ്ങൾ അവരങ്ങനെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഒരു ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ രാജ്യത്തെ ഒരു ഭരണാധിപനും രാജാവും ഒക്കെ ലഭിച്ചുവെങ്കിലും അദ്ദേഹം ഇസ്രയേലിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരിക്കുന്ന ഒരു ഭരണാധിപനായിട്ട് തീർന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ദൈവം രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഇസ്രയേലിന്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഹൃദയത്തില് വളരെ പ്രബലമായിരിക്കുന്ന ഒരു ആഗ്രഹം ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ സ്നാപക യോഹന്നാൻ യഹൂദിയ മരുഭൂമിയില് പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ ശ്രദ്ധിച്ചപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയാണ്. ദൈവരാജ്യം, അതാണ് യഥാർത്ഥത്തിൽ പുതിയ ബൈബിളിലെ ദൈവരാജ്യം എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അവിടെയാണ്. ദൈവരാജ്യം. അപ്പോൾ ഏറെക്കാലമായി തലമുറകളായി യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന അതിപ്രധാനമായ ഒരു ആശയമാണ്, ഒരു വലിയ വിഷയമാണ് യോഹന്നാൻ സ്നാപകന് അവരോട് വാഗ്ദാനമായിട്ട് പറഞ്ഞത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിനായിട്ട് ദൈവം തന്നെ മശിഹയെ ഈ ലോകത്തിലേക്ക് അയക്കാനായിട്ട് പോകുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനായിട്ട് ഞാൻ യോഗ്യനല്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ ആണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്ന ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള മശിഹ എന്ന കാര്യമാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. ആ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തില് ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളെ ന്യായവിധിയും നീതിമാന്മാരായിരിക്കുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തി ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയുമാണ് യോഹന്നാന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴ് യോഹന്നാൻ പറഞ്ഞ ഈ വലിയ വാഗ്ദാനം ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഇസ്രായേൽ സൃഷ്ടിച്ചത്. അവന്റെ പ്രസംഗം കേൾക്കുവാനും അതുപോലെ തന്നെ അവനാൽ സ്നാനപ്പെടുവാനുമായിട്ടൊരു വലിയ ജനാവലി യോർദാനിൽ സ്നാനപ്പെടാനായിട്ട് ചെന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെടുന്ന അവിടെ വെച്ചാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും കർത്താവ് പറഞ്ഞതായിരിക്കുന്ന സന്ദേശം ഈ സന്ദേശം തന്നെയാണെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി എന്നുള്ളത് ശരിയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന കാര്യമാണ് കർത്താവും പറഞ്ഞത്. ദൈവത്തിന്റെ രാജ്യം ആഗതമായിരിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം വരുന്നു എന്നുള്ളതായിരിക്കുന്ന ആ കാര്യമാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് എന്നതിനെ സംബന്ധിച്ച് യഹൂദന്മാരുടെ മധ്യത്തിലുണ്ടായിരുന്ന ആശയത്തില് കുറെ വ്യത്യാസം യോഹന്നാൻ സ്നാപകനും അതുപോലെ തന്നെ പിന്നീട് കർത്താവ് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവും വരുത്തി എന്നുള്ളത് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിൽ ആ ഒരു സംഘർഷം യഹൂദന്മാരുടെ മധ്യത്തിൽ ഉണ്ടായി. അല്ലെങ്കിൽ കർത്താവിന്റെ സന്ദേശത്തെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു വലിയ ചോദ്യവും പ്രശ്നവും അതായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ യോഹന്നാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യം വരിക, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സ്വീകരണം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു ക്രമീകരണം മാത്രമല്ല, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഭൗതികമല്ല. മനുഷ്യർ ദൈവരാജ്യത്തിനെ സ്വീകരിക്കാനായിട്ട് മാനസാന്തരപ്പെടുന്നു. അവരുടെ പാപങ്ങളെ വിട്ടൊഴിഞ്ഞ് അവർ ദൈവവുമായി നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന സൂചന യോഹന്നാൻ സ്നാപകൻ നടത്തുന്നുണ്ട്. സ്നാനപ്പെടുന്നതിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ സ്നാനമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ബൈബിളിൽ അങ്ങനെ വായിക്കുന്നില്ല, എങ്കിലും അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ജാതികളായിരിക്കുന്ന ആളുകൾ യഹൂദന്മാരാകുമ്പോഴാണ് സ്നാനം, അല്ലാതെ യഹൂദന്മാർക്ക് സ്നാനമില്ല. അപ്പോൾ
അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചു വന്ന ആളുകള് ദൈവരാജ്യത്തിൽ യാന്ത്രികമായി തന്നെ പ്രവേശിക്കും, അവർക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന വാഗ്ദാനമാണ് ദൈവത്തിന്റെ രാജ്യം എന്നൊരു ചിന്തയാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ വഴികളെ വിട്ട്, നിങ്ങളുടെ രീതികൾ വിട്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി കർത്താവായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെട്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആത്മീകമായ നിലയിൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് യഹൂദനായാലും കൊള്ളാം, മറ്റ് ജാതികളെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നില്ല, യോഹന്നാൻ സ്നാപകൻ പറയുന്നില്ല. എന്നാൽ ആത്മീകമായിരിക്കുന്ന തലമാണ് ദൈവരാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് എന്ന കാര്യം യോഹന്നാൻ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും കർത്താവ് വളരെ ശ്രദ്ധയോട് ഊന്നൽ നൽകി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഭൗതികമായിരിക്കുന്ന ഒരു ക്രമീകരണം മാത്രമല്ല, അത് ഭൗതികമായ നിലയിലുള്ള വിടുതലും വിമോചനവും സ്വാതന്ത്ര്യവും മാത്രമല്ല, അതല്ല അതിന്റെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. പിന്നെയോ ആത്മീയമായിരിക്കുന്ന തലത്തിൽ ദൈവവുമായുള്ള നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുന്നതാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അതിലെ ആ ആശയത്തോട് ബന്ധപ്പെട്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ, അതിലുള്ളതായിരിക്കുന്ന വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഡിസ്പെൻസേഷണൽ ആശയത്തിലുള്ളതായ ആളുകള് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ദൈവം യഹൂദന്മാർക്ക് നൽകിയതുപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ സ്ഥാപനമാണ്. അത് കർത്താവായ യേശുക്രിസ്തു ഒരിക്കല് ഈ ലോകത്തിൽ സ്ഥാപിക്കും. അതിന് യഹൂദന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു മുൻഗണന ഉണ്ടാകും എന്നുള്ള നിലയില്, അപ്പോൾ ദൈവത്തിന്റെ രാജ്യം വരാനിരിക്കുന്ന രാജ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന് ഒന്നാമത്തെ വരവില് ദൈവരാജ്യത്തിന്റെ സ്ഥാപനം ഉണ്ടായില്ല. അത് ആ രാജ്യത്തിന്റെ സ്ഥാപനം യേശുക്രിസ്തുവിനെ യഹൂദന്മാർ സ്വീകരിക്കാത്തത് കൊണ്ട് സംഭവിച്ചില്ല. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഭാവി പ്രത്യാശയാണ്. അത് ഒരു ഭാവി പ്രത്യാശ മാത്രമാണ് എന്ന നിലയിലാണ് ഡിസ്പെൻസേഷണൽ ആശയത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അത് വളരെ അത് മറ്റ് മറുവശത്തുള്ളതായിരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വശം അതിനില്ല. പ്രധാനമായിട്ട് നമ്മൾ മഹാനായ ഓഗസ്റ്റീൻ മുതലായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഭാവിയിലുള്ളതായ ഒരു രാജ്യം എന്നുള്ളതായിരിക്കുന്ന ആശയം, ആമിലീനിയലിസം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല. യഥാർത്ഥത്തില് ആത്മീക തലത്തില് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ ഒരു വശമാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ന് വർത്തമാന കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കുന്ന ആളുകൾ, ഡിസ്പെൻസേഷൻ ഉൾപ്പെടെ, ഡാലസ് തിയോളജിക്കൽ സെമിനാരിയിൽ ഉള്ള ഡാറൽ ബോക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, അതുപോലെ തന്നെ ക്രെയ്ഗ് ബ്ലേസിംഗ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പണ്ഡിതൻ. അവരെഴുതിയ ഒരു പുതിയ പുസ്തകമുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ, കുറച്ച് നാളുകളായി അത് എഴുതിയിട്ട്. അത് പ്രോഗ്രസീവ് ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അത് ഡിസ്പെൻസേഷണൽ ആശയങ്ങളെ കുറിച്ച് പരിഷ്കരിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു ആശയമാണ്. അത് പണ്ട് കവനന്റ് തിയോളജിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ പറഞ്ഞ ആശയത്തോട് ഏതാണ്ട് അതിൻ്റെ ഒരു മധ്യ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ഒരു ആശയമാണ്. അപ്പൊ ഏതാണ്ട് ഞാൻ വിചാരിക്കുന്നു ബൈബിളിലെ ആശയം ആ നിലയിലാണ്. അപ്പൊ ഞാനത് വളരെ വേഗത്തിലൊന്ന് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് രണ്ട് തലങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അതിലെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അതിനെ ആത്മീകമായിരിക്കുന്ന തലമാണ്. അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തില്, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴില് ദൈവവുമായുള്ള രമ്യതയിലേക്ക് മനുഷ്യൻ വരിക എന്ന അതിപ്രധാനമായ കാര്യമാണ് ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്നതാണ് അവര് പറഞ്ഞത്. എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തുടക്കം ഈ നിലയിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവോടുകൂടെ ആരംഭിച്ചുവെങ്കിലും അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അക്ഷരികമായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുമ്പോഴാണ് അത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന വേദശാസ്ത്രികൾ പൊതുവെ ബൈബിൾ വിശ്വസിക്കുന്ന, ബൈബിൾ ദൈവത്തിന് വചനമായി സ്വീകരിച്ചിരിക്കുന്നതായിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ദൈവരാജ്യത്തിന് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞ ദൈവരാജ്യം എന്ന് പറയുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ വന്നിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ആശയം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഒരാശയമാണ്. കർത്താവിനോട് പരീശന്മാർ ചോദിച്ചു, എപ്പോഴാണ് ദൈവത്തിന്റെ രാജ്യം വരുന്നത്
എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതായിരിക്കും. നമ്മൾ ടോൾസ്റ്റോയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വാക്യം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എന്നാൽ അത് ശരിയല്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ രാജ്യമുണ്ട് എന്നല്ല, നിങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ രാജ്യമുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ, പ്രധാനമായും തൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ രാജ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം ആ നിലയിൽ ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ദൈവരാജ്യത്തിന്റെ വർത്തമാനകാല അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരാൾ വിശ്വാസിയായി തീർന്നാൽ അവൻ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ആ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന് വിധേയപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരാൾ ദൈവത്തിന്റെ രാജ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്നത് അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണത്തെ അംഗീകരിച്ച് ആ ഭരണത്തിന് വിധേയപ്പെട്ട് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾക്കും അല്ലെ ദൈവരാജ്യത്തിന്റെ ആ പ്രമാണങ്ങൾക്കും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ തലത്തില് ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറൊരു അവസരത്തിലും കർത്താവ് മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് പരീശന്മാരെ കർത്താവായ യേശു ക്രിസ്തു പിശാചിന് ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് പറഞ്ഞ ഒരു മറുപടി, ഭൂതത്തെ പുറത്താക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവന്റെ രാജ്യം വിഭജിക്കപ്പെട്ടു പോകും. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു എന്നാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിന്റെ ഭരണമാണ്. ദൈവത്തിന്റെ ഭരണത്തിന് വിധേയപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവർ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ട് തീരുന്നു. അപ്പൊ അതിന്റെ ഫലമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന് വിധേയപ്പെടുന്നു. അപ്പൊ ആ നിലയിൽ ദൈവത്തിന്റെ രാജ്യം ഒരർത്ഥത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയാം. അതിനെ വേറെ ഒരു പ്രസ്താവനയും കൂടെ വേദശാസ്ത്രികൾ അങ്ങനെ പറയാറുണ്ട്, ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ്. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു, എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഇനി ദൈവത്തിന്റെ രാജ്യം വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പറയാം, ദൈവത്തിന്റെ രാജ്യം അതിനെ ആത്മീകമായ അർത്ഥത്തിലും അതിനെ ആത്മീകമായിരിക്കുന്ന സ്വാധീനത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ ഈ ലോകത്തിൽ വന്ന് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു, അതിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്ന ഒരു പ്രത്യേക സംവിധാനം എന്ന് പറയുന്നത് ഭാവി പ്രത്യാശയായിട്ട് നിലനിൽക്കുന്നു എന്നതാണ് നോട്ട് യെറ്റ് എന്ന് പറയുന്ന ആശയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് തലത്തിലും നമ്മൾ ആ പ്രാർത്ഥനയെ കാണണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ രാജ്യം ഒരു അർത്ഥത്തിൽ ഈ ലോകത്തിൽ ഉണ്ട്. ദൈവമക്കളുടെ ആണ് ആ രാജ്യത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അവർ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായ നിലയിൽ അല്ലാതെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും തന്നെ ഭരണം നടപ്പിലാക്കുന്ന ആ മനോഹര ദിവസത്തില് പൂർണ്ണമായ നിലയിൽ തന്റെ ശത്രുക്കൾ എല്ലാവരും പരാജയപ്പെട്ട ആ ശത്രുക്കളെ എല്ലാവർക്കും അവർക്ക് ന്യായമായ, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ വീശി അതിലെ പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും അതിലെ കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു ഭാവി സംഭവം വിശ്വാസികളുടെ പ്രത്യാശയായിട്ട് ദൈവം നൽകിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥത്തിലും നമ്മൾ അതിനെക്കുറിച്ച് പറയണം. ഒന്നാമത്തെ അർത്ഥത്തിൽ കർത്താവേ നിന്റെ രാജ്യം വരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്ന ദൈവരാജ്യം അതിന്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വിധേയപ്പെടുവാനായിട്ട് നമ്മൾ തീരുമാനിച്ച കാര്യം നമ്മളെ ജീവിതത്തിൽ കൂടുതൽ പ്രയോഗത്തിൽ വരണം. കർത്താവേ നിന്റെ ഭരണം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വരണം. ഞാൻ പൂർണ്ണമായി നിനക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണം എന്നുള്ളതായിരിക്കുന്ന അപേക്ഷ നിശ്ചയമായിട്ടും അതിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ അതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ലോകത്തിന്റെ ഏത് ഭരണ ക്രമീകരണത്തിന്റെ കീഴിലാണ് എങ്കിലും പ്രാഥമികമായിട്ട്
നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലാണ്. ഒന്നാമത്തെ സ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിനും തന്റെ രാജ്യത്തിനുമാണ്. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ വിധേയത്വം എന്ന് പറയുന്നത് കർത്താവിനോടും തന്റെ രാജ്യത്തോടുമാണ്. നമ്മൾ ലോകത്തിൽ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് രാജ്യത്തിന്റെ പൗരന്മാരായിരുന്നാലും, ഒന്നാമത് നമ്മൾ കർത്താവിന്റെ പൗരന്മാർ, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്, സ്വർഗീയമായ പൗരന്മാരെന്ന ആ അർത്ഥത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വിധേയത്വം പ്രാഥമികമായിട്ടും ഒന്നാമതും കർത്താവിനോടും കർത്താവിന്റെ വചനത്തോടും കർത്താവിന്റെ പ്രമാണങ്ങളോടും അവന്റെ സംവിധാനങ്ങളോടുമാണ്. അതിനുശേഷമാണ് പിന്നെ കർത്താവിനുള്ളതും സീസർക്കുള്ളതും എന്ന് പറയുന്നതായിരിക്കുന്ന വ്യത്യാസം ഇന്നത്തെ വർത്തമാനകാല ലോകത്തിലുണ്ടല്ലോ. അപ്പൊ ലോകത്തിലെ ദൈവാഹിതത്തിന് വിപരീതമല്ലാത്ത നിയമങ്ങൾക്കും അവരുടേതായിരിക്കും സംവിധാനങ്ങൾ ഒക്കെ നമ്മൾ വിധേയപ്പെടുക എന്ന് പറയുന്നതും അതിലെ ആവശ്യമാണ്. രണ്ടാമത് നമ്മുടെ പ്രാർത്ഥനയുടെ തലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ പൂർത്തീകരണം. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിലെ എല്ലാ പാപവും ദുഷ്ടതയും അനീതിയും അന്യായങ്ങളും എല്ലാം പരിഹരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്ന അതിമനോഹരമായ ഒരു ഭാവി പ്രത്യാശ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കർത്താവ് തൻ്റെ സമയത്ത് നിശ്ചയമായിട്ടും അത് ചെയ്യും. അത് നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ഈ നാളുകളിൽ കർത്താവ് വരണം, കർത്താവിൻ്റെ രാജ്യം ആദ്യം സ്ഥാപിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമൊക്കെ നമുക്ക് കുറഞ്ഞു പോയി. നമുക്ക് കാനഡയ്ക്ക് പോകണം എന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ആശയം. അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ന്യൂസിലൻഡിൽ എങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെങ്കിലും ഒന്ന് പോകണം എന്നീ ആഗ്രഹമാണ്. ആഗ്രഹമൊന്നും കുഴപ്പമൊന്നുമുള്ളതല്ല കേട്ടോ. എന്നാൽ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിൽ വന്ന് അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ വെളിപ്പെടുന്ന ആ മനോഹര ദിവസത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും താല്പര്യവും നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. അതാണ് ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത് അതാണ്. അപ്പം അത് നിന്റെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഭാഗത്തോട് ചേർന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വർധനവ്, ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ വിസ്തൃതി സകല മനുഷ്യരുടെയും മധ്യത്തിലേക്ക് വർത്തമാനകാലത്ത് വരണം എന്നതായിരിക്കുന്ന ഒരു തലവും അതിനുണ്ട്. മനുഷ്യരൊക്കെ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തീരണം എന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷ. അപ്പോൾ സഹോദരങ്ങളെ, രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. അത് ഒരർത്ഥത്തിൽ ആത്മീയമായിരിക്കുന്ന തലത്തിൽ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളും എല്ലാം നമുക്ക് വർത്തമാനകാലത്ത് ബാധകമാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ പ്രത്യാശയും ഇനി വരാനിരിക്കുന്ന ഒരു പ്രത്യാശയാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് നിലകളിലും നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിലയിൽ പ്രവർത്തിക്കുവാനും ഉത്സാഹം പ്രാപിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത് വളരെ വിശാലമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പ്രയാസമാണ്. എന്നാൽ അത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. അത് നമ്മളുടെ പഠനത്തിനും ചിന്തയ്ക്കും വളരെ നമ്മൾ വിഷയീഭവിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ഇത്രയും വിശാലമായിട്ടൊരു വിഷയം നമ്മളോട് വളരെ സംക്ഷിപ്തമായി എന്നാൽ വളരെ ആഴത്തിൽ സമഗ്രമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പാവം ജോർജ് ബ്രദറിന് നന്ദി പറയുന്നു.